എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ നിത്യം കാത്തു പരിപാലിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 4 മുതലുള്ള തിരുവചനങ്ങൾ. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല, സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, കരങ്ങളുയർത്തി വീശിക്കൊണ്ട് പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുണ്ടെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെക്കുറിച്ചാണ് വിശദമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ 12. ഒന്നാമത്തെ ഫലം ഏതാണ്? സ്നേഹം. സ്നേഹം എങ്ങനെയാണെന്നും സ്നേഹം എങ്ങനെ അല്ല എന്നും പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്നേഹം എങ്ങനെ അല്ല എന്ന് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്ന 8 കാര്യങ്ങളിൽ ഒന്നാണ് അനീതിയിൽ സന്തോഷിക്കുന്നില്ല എന്നത്. നമുക്ക് ഒരുമിച്ച് പറയാം, സ്നേഹം അനീതിയിൽ സന്തോഷിക്കുന്നില്ല. കരങ്ങളുയർത്തിക്കൊണ്ട് വീശിക്കൊണ്ട് പറഞ്ഞ് സ്നേഹം അനീതിയിൽ സന്തോഷിക്കുന്നില്ല. സ്നേഹം അനീതിയിൽ സന്തോഷിക്കുന്നില്ല. സ്നേഹം അനീതിയിൽ സന്തോഷിക്കുന്നില്ല. സ്നേഹം അനീതിയിൽ സന്തോഷിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്താണ് നീതി എന്ന് പറയുന്നത്? നീതി എന്ന് പറയുന്നത് ദൈവം അംഗീകരിക്കുന്ന കാര്യങ്ങളെയാണ് വചനം നീതി എന്ന് വിളിക്കുന്നത്. ദൈവം അംഗീകരിക്കുന്ന കാര്യം. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവം അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ദൈവം അംഗീകരിക്കുന്ന, ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെയാണ് നമ്മൾ നീതി എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം അംഗീകരിക്കാത്ത, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ എന്തെന്ന് പറയും? അനീതി എന്ന് നമ്മൾ പറയും. അപ്പൊ അതിന് നമ്മൾ അനീതി എന്നാണ് പറയുന്നത്. അപ്പൊ ദൈവം അംഗീകരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് എല്ലാ നന്മകളുമാണ്. ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ ജാതി മതഭേദമന്യേ, അല്ലെ, വർണ്ണ വ്യത്യാസമൊന്നും കൂടാതെ ആരൊക്കെ നന്മ ചെയ്യുന്നുണ്ടോ ഈ നന്മയെ ദൈവം അംഗീകരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ദൈവം അംഗീകരിക്കുന്ന നന്മയെ ആണ് നമ്മൾ നീതി എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ, അതായത് എല്ലാ തിന്മകളും ദൈവഹിതത്തിനെതിരാണ്. നന്മ ദൈവം അംഗീകരിക്കുന്നതാണ്. അപ്പൊ തിന്മകള് ദൈവം അംഗീകരിക്കുന്നതല്ല. അപ്പൊ ഇങ്ങനെയുള്ള ആ തിന്മകളെയാണ്, ദൈവഹിതത്തിനെതിരായിട്ടുള്ള ആ തിന്മകളെയാണ് അനീതി എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ന്യായവിധികളോട് ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ് നീതി എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ന്യായവിധിക്ക് വിപരീതമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് അനീതി എന്ന് പറയുന്നത്. അപ്പോൾ സ്നേഹം അനീതിയിൽ സന്തോഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ദൈവഹിതത്തിനെതിരായ പ്രവർത്തികളിൽ യഥാർത്ഥമായ സ്നേഹമുള്ള ഒരാൾക്ക് സന്തോഷിക്കുവാൻ സാധിക്കുമോ? ഇല്ല. അതുതന്നെയാണ്. അതായത് മറ്റുള്ളവർക്ക് തിന്മ ഭവിക്കുന്നെന്ന് വിചാരിക്കും, അതിലാരെങ്കിലും സന്തോഷിക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹം അനീതിയിൽ, തിന്മയിൽ സന്തോഷിക്കുന്നില്ല എന്ന് പറയുന്നത്.
പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ തിന്മയിൽ അവർക്കൊരു അത്യാപത്തിൽ സന്തോഷിക്കുന്നവരുണ്ട്, ഇല്ലേ? മറ്റുള്ളവർക്ക് തിന്മകൾ വരണം, അവർ നശിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്ക് തിന്മ സംഭവിക്കുമ്പോൾ അതിൽ സന്തോഷം കണ്ടെത്തുന്നവരുണ്ട്. അവർക്ക് യഥാർത്ഥത്തിൽ സ്നേഹമുള്ളവരാണ്. സ്നേഹമില്ലാത്തവരാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്, നിന്റെ സന്തോഷത്തിന്റെ ഉറവിടം എവിടെയാണ്? നീ സന്തോഷിക്കുന്നത് നന്മയിലാണോ തിന്മയിലാണോ? എങ്ങനെ? നന്മയിലാണ്. ഇതൊരു സന്തോഷമില്ലല്ലോ. വീട്ടുകാരോട് അല്ലെങ്കിൽ നാട്ടുകാരോട് ദേഷ്യമുള്ളവരെയാ പറയുന്നത്. ഇല്ല. അപ്പൊ സന്തോഷത്തോടെ പറയണ്ടേ? സ്നേഹം അനീതിയിൽ സന്തോഷിക്കുന്നില്ല. ഇത് പറയുമ്പോഴെങ്കിലും ഒരു സന്തോഷം വേണ്ടേ? അല്ലെ? കാണുന്നവരുടെ ഒരു മനസ്സിന്റെ സംതൃപ്തിക്ക് വേണ്ടിയെങ്കിലും പറയണ്ടേ? നമ്മളപ്പോൾ എന്ത് കാണുമ്പോഴാണ്, എന്ത് കേൾക്കുമ്പോഴാണ്, എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ സന്തോഷം ലഭിക്കുന്നത്? മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ച് പറയുമ്പോഴാണ്, അവരുടെ നന്മയെക്കുറിച്ച് കേൾക്കുമ്പോഴാണോ, അല്ലെങ്കിൽ അവർക്ക് നന്മ ചെയ്യുമ്പോഴാണോ നിനക്ക് സന്തോഷം ലഭിക്കുന്നത്? അല്ല എങ്കിൽ മറിച്ച് മറ്റുള്ളവരുടെ തിന്മയെക്കുറിച്ച് കേൾക്കുകയും അതിനെ സന്തോഷിക്കുകയും ചെയ്യുമ്പോഴാണോ നിനക്ക് യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നത്? അപ്പൊ നമ്മുടെ സന്തോഷത്തിന്റെ ഉറവിടം എവിടെയായിരിക്കണം? നന്മയിലായിരിക്കണം. എപ്പോഴും നന്മയിലായിരിക്കണം നമ്മൾ സന്തോഷിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അവരന്റെ നന്മയിലായിരിക്കണം നമ്മുടെ ഹൃദയം മുഴുവൻ സന്തോഷത്താൽ നിറഞ്ഞു നിൽക്കേണ്ടത്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ തിന്മകൾ സംഭവിക്കുന്നതിൽ മാത്രമല്ല, മറ്റുള്ളവർക്ക് തിന്മ ചെയ്യുന്നതിൽ, ദ്രോഹം ചെയ്യുന്നതിൽ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുമുണ്ട് ചിലരൊക്കെ. അപ്പോൾ അവരുടെ പരിശ്രമം മുഴുവൻ എങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് തിന്മ കൊണ്ടുവരാം എന്നുള്ളതാണ്. അതിനായിട്ട് ഇങ്ങനെ കണ്ണും കാതും ഒക്കെ ഇങ്ങനെ കൂർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ചില വീട് കിട്ടുന്ന അവസരങ്ങളൊക്കെ അതിനായിട്ട് അവർ ഉപയോഗിക്കും. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഈ മോങ്ങാനിരുന്ന പട്ടിയുടെ തലേ തേങ്ങാ വീടെന്ന് പറയുന്ന പോലെ അവസരം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ വീണ് കിട്ടുന്ന അവസരങ്ങളൊക്കെ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കും. എന്തിനു വേണ്ടിയിട്ടാ? മറ്റുള്ളവർക്ക് തിന്മ ചെയ്യുവാനായിട്ട്. അവന് ഏറ്റവും നല്ല ഉദാഹരണമെന്ന് പറയുന്നത് പറുദീസായിൽ പാപത്തിന്റെ വിത്ത് വിതച്ചത് ആരാണ്? പിശാചാണ്. പിശാചാണ് പാപത്തിന്റെ വിത്ത് വിതച്ചത്. അപ്പോൾ പിശാച് പാപം ചെയ്യുന്നതിലും ചെയ്യിക്കുന്നതിലും സന്തോഷം കണ്ടെത്തുന്നവരാണ്. എത്ര ഉത്സാഹത്തോടുകൂടിയാണ് ഹവ്വായെ ആ സാത്താൻ സമീപിക്കുന്നത്. അവളുമായിട്ടൊരു കപട സൗഹാർദ്ദത്തിൽ ഏർപ്പെടുന്നുണ്ട്, സ്നേഹത്തോടുകൂടി. അതുപോലെ ഉത്സാഹത്തോടുകൂടി വഴിതെറ്റിക്കുന്ന സംഭാഷണത്തിലൂടെ അവളെ പാപത്തിലേക്ക് നയിക്കുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ പിശാചിന്റെ ആനന്ദം മുഴുവൻ ഹവ്വയെയും അവളുടെ മക്കളെയും തിന്മയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. കാരണം അവന്റെ ഉള്ളു നിറയെ, പിശാചിന്റെ സാത്താന്റെ ഉള്ളു നിറയെ വെറുപ്പും വിദ്വേഷവും ഒക്കെയാണ്. ദൈവത്തോടും ദൈവമക്കൾക്കെതിരായിട്ടുമാണ് അവന്റെ വെറുപ്പും വിദ്വേഷവും ഒക്കെ അവൻ ഉപയോഗിക്കുന്നത്. അവന്റെ ഉള്ളു നിറയെ ഈ വെറുപ്പുള്ളത് കൊണ്ടാണ് പൗലോസ്ലീഹ നമ്മളോട് പറയുന്നത്, ഉണർന്നിരിക്കുവാനായിട്ട് പറയുന്നുണ്ട്. 1 പത്രോസ് 5-ാം അധ്യായം 8-ാമത്തെ തിരുവചനം, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കും. പിശാച് ഇങ്ങനെ ചുറ്റി നടക്കുകയാണ്. ആരെയൊക്കെ തിന്മകളിലേക്ക് എത്തിക്കാം, ആർക്കൊക്കെ എതിരായിട്ട് വിദ്വേഷവും പകയുമൊക്കെ ചെയ്യിക്കാം, എന്തുമാത്രം തിന്മകൾ മറ്റുള്ളവർക്ക് വരുത്താം, ആർക്കൊക്കെ നഷ്ടം വരുത്താം, ഇതൊക്കെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് പിശാച് ഇങ്ങനെ അവസരം പാർത്ത് ഇങ്ങനെ നടക്കുകയാണ്. സാത്താൻ ഇങ്ങനെ അവസരം അന്വേഷിച്ചുകൊണ്ട് നടക്കുമ്പോൾ അതിന് തലവെച്ചു കൊടുക്കുവാനായിട്ട് നമ്മളെ പോലുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ട്.
മറ്റുള്ളവരിൽ തിന്മ വരുത്തുക, അവരന്റെ തിന്മകളിൽ സന്തോഷിക്കുക, ഇതൊക്കെയാണ് അങ്ങനെയുള്ള വ്യക്തികളുടെ പ്രവൃത്തികളൊക്കെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് പ്രിയപ്പെട്ടവരെ, മനുഷ്യരെ പാപത്തിൽ വീഴിക്കുവാനായിട്ട് പിശാച് കടന്നു വരുന്നത് സർപ്പത്തിന്റെ രൂപത്തിലാണോ? അല്ല, മറ്റു പല രൂപത്തിലുമൊക്കെ വരുന്നുണ്ട്. അവന്റെ രൂപത്തിനും ഭാവത്തിനും രീതികൾക്കുമൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്, പരിണാമം സംഭവിച്ചിട്ടുണ്ട്. ഓൺലൈൻ തട്ടിപ്പിന്റെ രൂപത്തിൽ പിശാച് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ആരെ വിഴുങ്ങണമെന്ന് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. ഓൺലൈൻ തട്ടിപ്പ് അതൊരു തിന്മയാണ്, അതൊരു വഞ്ചനയാണ്. ഈ തട്ടിപ്പ് നടത്തുന്നവർക്ക് കിട്ടുന്നത് എന്താ? പണം മാത്രമാണോ? അല്ല, അവർക്കൊരു സന്തോഷമാണ്, അവർക്കൊരു ആനന്ദം ലഭിക്കുകയാണ്. അപ്പോൾ ഈ ഒരു തിന്മയിൽ, ചതിയിൽ, വഞ്ചനയിൽ ഈ അനീതി പ്രവർത്തിക്കുന്നവർ സന്തോഷിക്കുകയാണ്. അപ്പോൾ അതിന് സാത്താനിങ്ങനെ അവസരം അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. ആരെ വീഴുന്നു, ആര് തിന്മയിൽ വീഴ്ത്തണം. അപ്പോൾ ഇന്ന് പല വ്യക്തികളും ഈ തട്ടിപ്പിൽ പെട്ടുപോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ച് ജാഗ്രതയുള്ളവരാകുന്നതിന് വേണ്ടിയിട്ട് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഒരു മോക്ക് ഡ്രിൽ വീഡിയോ നമ്മൾ പലരും, അത് പോലീസുകാർ തയ്യാറാക്കിയതാണ്, പോലീസ് ഓഫീസർ തയ്യാറാക്കിയതാണ്. ആ ഒരു മോക്ക് ഡ്രിൽ വീഡിയോ നമ്മൾ പലരും കണ്ടതാണ്, അല്ലേ? കണ്ടതാണ്. ആ വീഡിയോ എങ്ങനെയാണ്, അതിന്റെ അവസാനം എങ്ങനെയാണെന്നുള്ളതാണ്. ആ ഒരു വീഡിയോ ദൃശ്യം ഇങ്ങനെയാണ്. ഒരു ഓഫീസ് മുറിയിൽ പോലീസ് വേഷധാരിയായ ഒരാൾ ഒരു ഡോക്ടർക്ക് ഫോൺ ചെയ്യുകയാണ്. എന്നിട്ട് അയാളോട് പറയുന്നു, നിങ്ങളുടെ പേരിൽ ഒരു സാമ്പത്തിക ക്രമക്കേടുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസുണ്ട് എന്ന് പറയുകയാണ്. നിങ്ങളിപ്പോൾ വെർച്വൽ അറസ്റ്റിലാണെന്ന് പറയുകയാണ്. പുറത്തു പോലും പോകാൻ പാടില്ല, മൊബൈൽ ഓഫ് ചെയ്യാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഭയന്നുപോയ ഡോക്ടർ അവർ ആവശ്യപ്പെട്ട എല്ലാ രേഖകളും, അക്കൗണ്ട് നമ്പരും, അതുപോലെ അതിന്റെ വെരിഫിക്കേഷൻ വേണ്ടിയിട്ട് എന്തൊക്കെ അവർ ആവശ്യപ്പെട്ടോ അതെല്ലാം അയച്ചു കൊടുക്കുകയാണ്. ആവശ്യപ്പെട്ട പണവും അയാൾ ആ പറഞ്ഞ നമ്പറിലേക്കൊക്കെ അയച്ചു കൊടുക്കുക, അക്കൗണ്ട് നമ്പറിലേക്ക് എല്ലാം അയച്ചു കൊടുക്കും. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അവസാനം ആ ഡോക്ടർ ചതിക്കപ്പെടുകയാണ്. അയാളുടെ പണമെല്ലാം നഷ്ടപ്പെട്ടു. പിന്നീട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നത്, ആ വീഡിയോയിൽ കാണുന്നത്, പണം തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് പ്രവർത്തിച്ച ആൾക്കാരുടെ ആഹ്ലാദ പ്രകടനങ്ങളാണ്. ഒരാളെ ചതിച്ച് തട്ടിയെടുത്തതിന്റെ, പണം തട്ടിയെടുത്തതിന്റെ ആനന്ദ ആരവങ്ങളാണ് അണിയറയിൽ കാണുന്നത്. അവരെല്ലാവരും കൂടി സന്തോഷിക്കുകയാണ്. ഒരു തിന്മയിൽ, ഒരു ചതിയിൽ ഒരാളെ പെടുത്തിയതിൽ സന്തോഷിക്കുന്ന ഒരു ജനക്കൂട്ടം. പ്രിയപ്പെട്ടവരെ, അനീതിയിൽ സന്തോഷിക്കുന്നവന്റെ പേരാണ് സാത്താൻ. ചൂഷണം ചെയ്യുന്നതിൽ സന്തോഷിക്കുന്നവന്റെ പേരാണ് ചെകുത്താൻ എന്നുള്ളത്. പഴയ നിയമത്തിൽ നമ്മൾ ജോബിന്റെ ചരിത്രം കാണുന്നുണ്ട്. ജോബിനെ പലതരത്തിലുള്ള ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ മേഖലകളിലും കഷ്ടതകളും തകർച്ചകളും കൊണ്ടുവന്ന് അവനെ നശിപ്പിക്കുവാനായിട്ട് നോക്കുന്നത് ആരാണ്? പിശാചാണ്. എന്നാൽ ജോബ് അവയെ എല്ലാത്തിനെയും അതിജീവിക്കുകയാണ്. അവയിലെല്ലാം ജോബ് വിജയം വരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. പ്രിയപ്പെട്ടവരെ, ഒരാൾ തകരുന്നത് കണ്ട്, മറ്റൊരാൾ പരാജയപ്പെടുന്നത് കണ്ട്, വേറൊരാൾ ദൈവത്തെ ഉപേക്ഷിക്കുന്നത് കണ്ട് സന്തോഷിക്കുവാൻ കാത്തു നിൽക്കുന്നവന്റെ പേരാണ് സാത്താൻ എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അവരന്റെ വീഴ്ചകളിലും പരാജയങ്ങളിലും നഷ്ടങ്ങളിലും സന്തോഷിക്കുന്നവരുണ്ട്. അവരുടെ പേരെന്തെന്നാണ്? സാത്താൻ എന്ന് തന്നെയാണ്. നമ്മൾ വേറെ പേരൊക്കെ ഇടുമെങ്കിലും നമ്മുടെ ഉള്ളിൽ വിചാരിച്ചാൽ മതി, ഇയാളുടെ പേര് സാത്താൻ എന്നാണ്. പിശാചിന്റെ ഉള്ളിൽ സ്നേഹമില്ല, അവന്റെ ഉള്ളിൽ തിന്മയും അനീതിയും അക്രമങ്ങളുമൊക്കെയാണ് ഉള്ളത്. അതുകൊണ്ടാണ് അവനൊരിക്കലും നന്മയിൽ സന്തോഷിക്കുവാൻ സാധിക്കാതെ പോകുന്നത്. എന്നാൽ സ്നേഹമുള്ള വ്യക്തികള് അനീതിയിൽ സന്തോഷിക്കുമോ? തിന്മയിൽ സന്തോഷിക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് സ്നേഹിക്കുക എന്ന് പറയുന്നത്. സ്നേഹമുള്ള വ്യക്തികളായി നമ്മൾ മാറുക.
യഥാർത്ഥ സ്നേഹം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അപരന് തിന്മ വരുത്തുകയില്ല. അപരന് സംഭവിക്കുന്ന തിന്മയിൽ നമ്മൾ ഒരിക്കലും സന്തോഷിക്കുകയില്ല. അങ്ങനെ നമ്മൾ സന്തോഷിക്കുകയാണെങ്കിൽ നമ്മുടെ പേര് സാത്താൻ എന്നാണെന്ന് ഞാൻ പറയേണ്ട, നമ്മൾ തന്നെ അങ്ങ് വിചാരിച്ചാൽ മതി. ഒരുമിച്ച് വിളിക്കാം, ഈശോയേ. സ്വരമുയർത്തി വിളിക്കാം, സ്നേഹത്തോടെ വിളിക്കാം, എല്ലാ തിന്മകളും വിട്ടുപേക്ഷിച്ചുകൊണ്ട് വിളിക്കാം, നന്മയിൽ സന്തോഷിച്ചുകൊണ്ട് വിളിക്കാം, സ്നേഹത്തിൽ നിറയണമെന്ന ആഗ്രഹത്തോടെ വിളിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഏതൊരു മനുഷ്യരും നന്മ ചെയ്യുന്നത് കാണുമ്പോൾ ദൈവത്തിന്റെ ഹൃദയം എന്താണ് ചെയ്യുന്നത്? ദൈവത്തിന്റെ ഹൃദയം സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ഒരാൾ തിന്മ ചെയ്യുകയാണെങ്കിൽ ദൈവത്തിന്റെ ഹൃദയത്തിന് എന്താ സംഭവിക്കുന്നത്? ദൈവത്തിന്റെ ഹൃദയം ദുഃഖിക്കും. ദൈവഹിതത്തിനെതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ മനസ്സ് വേദനിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പാപം ചെയ്ത മനുഷ്യനെ കുറിച്ച്, തിന്മ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവത്തിന് എന്തുകൊണ്ടാണ് സന്തോഷിക്കുവാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ മനസ്സ് വേദനിക്കുന്നത്? കാരണം പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഹൃദയം നിറയെ സ്നേഹമാണ്. നമ്മളൊരാളെ സ്നേഹിക്കുന്നു എന്ന് വിചാരിക്കുക, അയാൾ പാപത്തിലൂടെ നശിച്ചു പോകുന്ന കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കുമോ? ഇല്ല. ഇത് തന്നെയാണ് ദൈവവും ചെയ്യുന്നത്. ദൈവത്തിന്റെ ഉള്ളു മുഴുവൻ സ്നേഹമായതുകൊണ്ട്, സ്നേഹം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്റെ മക്കളായ ഏതെങ്കിലും ഒരാൾ പാപത്തിലൂടെ നശിച്ചു പോകുവാനായിട്ട്, തിന്മയിലൂടെ നശിച്ചു പോകുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ഹൃദയം ദുഃഖിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായം 5-ഉം 6-ഉം തിരുവചനങ്ങൾ. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു. അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. എന്തുകൊണ്ടാണ്? മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചത് കൊണ്ടാണ്. അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനവും ഒക്കെ ദുഷിച്ചതായി തീർന്നത് കൊണ്ടാണ്. അപ്പോൾ മനുഷ്യന്റെ തിന്മ, അവന്റെ ദുഷ്ടത ദൈവത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നുണ്ട്. ആദത്തെ ഹവ്വയെയും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഏറ്റവും അധികം ഹൃദയവേദന അനുഭവിച്ചത് ആരാണ്? ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ആദവും ഹവ്വയും ഏദൻ തോട്ടത്തിൽ നിന്ന് പടിയിറങ്ങിയപ്പോൾ ഏറ്റവും തീവ്രവും അതികഠിനവുമായ ആത്മനൊമ്പരത്തിലൂടെ കടന്നുപോയത് പിതാവായ ദൈവമാണ്. ദൈവത്തിന്റെ തേങ്ങലുകളാണ് ആ ഏദൻ തോട്ടത്തിൽ മുഴങ്ങിക്കേട്ടത്. മനുഷ്യരുടെ ദുഷ്ടതയിൽ, അവന്റെ അനീതിയിൽ സന്തോഷിക്കാൻ കഴിയാത്ത ദൈവം, തിന്മയിൽ ആനന്ദിക്കാത്ത ദൈവം, പാപത്തെ വെച്ചുപൊറുപ്പിക്കാത്ത ദൈവമാണ്. ദൈവം പാപത്തോട് കണ്ണടച്ചാൽ, ആദത്തെ ഹവ്വയെയും അവർ ചെയ്ത തെറ്റിനെ കണ്ണടച്ചുകൊണ്ട് പർദീസായിൽ തുടരുവാനായിട്ട് അനുവദിച്ചാൽ അതിന്റെ പരിണിത ഫലം എന്തായിരിക്കും? ഹല്ലേലൂയ. പാപം ചെയ്തിട്ടും പർദീസ നഷ്ടമായില്ലെങ്കിൽ അവനൊരിക്കലും പാപമോചനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പാപപരിഹാരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു രക്ഷകനെ കുറിച്ചോ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഒരു രക്ഷകന്റെ പിറകെ പോകേണ്ട കാര്യമില്ല, ദൈവം അവരെ അനുവദിച്ചിരുന്നെങ്കിൽ. അപ്പോൾ എന്തായിരിക്കും അതിന്റെ ഭവിഷ്യത്ത്? അതിന്റെ ഭവിഷ്യത്ത് മറ്റൊന്നുമല്ല, രക്ഷ പ്രാപിക്കാത്ത ഒരു മനുഷ്യനായിട്ട് പർദീസായിൽ ഇങ്ങനെ പാപം മോചിക്കപ്പെടാത്തവനായി അവനിങ്ങനെ നാളുകൾ കഴിയേണ്ടി വരും. ഒരിക്കലും രക്ഷപ്പെടാത്ത മനുഷ്യനായിട്ട് ഇങ്ങനെ അധപ്പതിച്ച്, പാപത്തിൽ അധപ്പതിച്ച് തിന്മയിൽ വീണുപോയ ഒരു മനുഷ്യനായിട്ട് അവിടെ കഴിയേണ്ടി വരും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ദൈവത്തിനൊരിക്കലും
ഈ തിന്മയിൽ സന്തോഷിക്കുവാനായിട്ട് സാധിച്ചില്ല. അവരെ പുറത്താക്കിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് രക്ഷയുടെ കവാടം അവരുടെ മുമ്പിൽ തുറന്നു വയ്ക്കുകയാണ്. ഒരുമിച്ച് വിളിക്കാം, ഈശോയേ. വിശ്വാസത്തോടെ വിളിക്കാം, സ്നേഹത്തോടെ വിളിക്കാം, തിന്മകൾ ഉപേക്ഷിച്ചുകൊണ്ട് വിളിക്കാം, അപരന്റെ നന്മയിൽ സന്തോഷിച്ചുകൊണ്ട് വിളിക്കാം. ഈശോ നമ്മുടെ രക്ഷകനാണെന്ന ബോധ്യത്തോടെ വിളിക്കാം. നമുക്ക് രക്ഷ പ്രാപിക്കണമെന്ന ആഗ്രഹത്തോടെ വിളിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മക്കൾ തെറ്റു ചെയ്യുന്നതിനെ ന്യായീകരിക്കുന്ന ചില മാതാപിതാക്കന്മാരുണ്ട്. ഒരർത്ഥത്തിൽ അവർ ഈ മക്കളുടെ തിന്മയിൽ, അനീതിയിൽ സന്തോഷിക്കുന്നവരാണ്. വിനോദയാത്രയ്ക്ക് പോയ +1 വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് വില കൂടിയ മദ്യക്കുപ്പികൾ അധ്യാപകർ പിടിച്ചെടുത്തു. കുറ്റക്കാരായ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കന്മാരെ സ്റ്റാഫ് റൂമിൽ വിളിപ്പിച്ച് പ്രധാനാധ്യാപകൻ കാര്യങ്ങൾ വിവരിച്ചു കൊടുത്തു. മക്കൾക്ക് കണക്കില്ലാതെ വാരിക്കോരി പണം കൊടുത്തതിന് അങ്ങനെയുള്ള മാതാപിതാക്കന്മാരെ കുറ്റപ്പെടുത്തുന്നതിലും ആ അധ്യാപകൻ പിന്മാറിയില്ല. എന്നാൽ ഇതിലിഷ്ടപ്പെടാതിരുന്ന ഒരു വിദ്യാർത്ഥിയുടെ പിതാവ് പറഞ്ഞു, ഞങ്ങളുടെ മക്കൾ അല്പം മദ്യപിച്ചു എന്ന് പറഞ്ഞാൽ എന്താ ഇത്ര തെറ്റ്? അവർ വിനോദയാത്രയ്ക്ക് പോയതല്ലേ. അപ്പോൾ ഈ മക്കൾ വഴിതെറ്റിപ്പോകാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഇതിന്റെ പേരിൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കുവാനായിട്ട് ഞങ്ങൾ സമ്മതിക്കുകയില്ല. അവസാനം പ്രിയപ്പെട്ടവരെ, ഇനി ആവർത്തിക്കുകയില്ല എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ടി വന്നു. അങ്ങനെയാണ് ആ കേസ് അവസാനിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ പിതാവ് മകന്റെ തിന്മയിൽ ദുഃഖിക്കുന്ന ഒരു പിതാവല്ല, മറിച്ച് അവന്റെ തിന്മയെ ന്യായീകരിച്ച് അവനെ പ്രോത്സാഹിപ്പിക്കുന്ന, സന്തോഷിക്കുന്ന ഒരു പിതാവാണ്. അയാളുടെ ഹൃദയത്തിൽ മകനോട് യഥാർത്ഥത്തിലുള്ള സ്നേഹമല്ല, അയാൾ ആ മകന്റെ തിന്മയോട് പക്ഷം ചേരുന്നവരാണ്. യഥാർത്ഥ സ്നേഹമുള്ള ഒരാൾ ഒരിക്കലും തിന്മയെ ന്യായീകരിക്കാതെ അവരെ തിരുത്തുന്നതിനായിരിക്കും സന്നദ്ധരായി തീരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അനീതി പ്രവർത്തിക്കുകയും അതിൽ ആനന്ദിക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് യാക്കോബിന്റെ അമ്മാവനായ ലാബാൻ. പഴയ നിയമത്തിലാണ് നമ്മളത് വായിക്കുന്നത്. തന്റെ സഹോദരിയുടെ മകൻ തന്റെ അടുക്കലേക്ക് ഓടിയെത്തിയപ്പോൾ, നീ എന്റെ അസ്ഥിയും മാംസം തന്നെയാണെന്ന് പറഞ്ഞ് അവനെ ലാബാൻ സ്വീകരിക്കുകയായിരുന്നു. എന്നാൽ അവന്റെ ഉള്ളിൽ ഒരു ചതി ഒളിച്ചിരുന്നത് പുറം ലോകമറിഞ്ഞില്ല. തന്റെ മകൾ റാഹേലിനെ അവന് വധുവായി നൽകാമെന്ന് അയാൾ വാഗ്ദാനം നൽകി. പക്ഷേ ചതിയനായ ലാബാൻ യാക്കോബിന്റെ മടിയറയിലേക്ക് പറഞ്ഞുവിട്ടത് റാഹേലിന് പകരം അവളുടെ സഹോദരിയായ ലേയായെയായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ചതിച്ചതെന്ന് യാക്കോബ് ചോദിച്ചപ്പോൾ ലാബാൻ ഭയങ്കര കൂളായിട്ട് മറുപടി പറഞ്ഞു. എന്താണ്? മൂത്തവൾ നിൽക്കെ ഇളയവളെ പറഞ്ഞയക്കുക ഞങ്ങളുടെ നാട്ടിൽ പതിവില്ല. 7 വർഷം കൂടി നീ എനിക്ക് വേണ്ടി വേല ചെയ്യണം, അതിനുശേഷം നിനക്ക് ഇവളെയും നൽകാം. ഉൽപ്പത്തിയുടെ പുസ്തകം 29-ാം അധ്യായം 26 മുതലുള്ള തിരുവചനങ്ങളാണ്. ലാബാന് ഈ കാര്യം യാക്കോബിനോട് നേരത്തെ പറയാമായിരുന്നില്ലേ? മാത്രമല്ല, ലേയായ്ക്ക് വേണ്ടി ഈ 7 വർഷത്തിനുള്ളിൽ മറ്റൊരു പുരുഷനെ കണ്ടുപിടിക്കുവാൻ സാധിക്കുമായിരുന്നില്ലേ? തീരുന്നില്ല. ലാബാൻ അറിഞ്ഞുകൊണ്ട് അനീതി പ്രവർത്തിച്ചത് യാക്കോബിനോട് മാത്രമല്ല, അവനെ വിവാഹം കഴിക്കുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് 7 വർഷം കാത്തിരുന്ന സ്വന്തം മകളെ കൂടെയാണ് ലാബാൻ ചതിക്കുന്നത്. എന്നിട്ടും തന്റെ ഈ തിന്മയിൽ സന്തോഷിച്ചുകൊണ്ട്
ചതിച്ചതിൽ അഭിമാനിച്ചുകൊണ്ട് അയാൾ പറയുകയാണ്, അയാൾ വിചാരിക്കുകയാണ് ഞാൻ ചെയ്തതാണ് ശരി, ഞാൻ ചെയ്തതാണ് ശരി. പ്രിയപ്പെട്ടവരെ, നമ്മളും ചിലപ്പോഴൊക്കെ ഇങ്ങനെയാ. എല്ലാ തിന്മകളും പ്രവർത്തിച്ചിട്ട് നമ്മൾ പറയും ഞാൻ ചെയ്തതാണ് ശരി. എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. സ്വന്തം മാതാവിനോട് കോപിക്കുകയും കലഹിക്കുകയും മാന്യമല്ലാതെ സംസാരിക്കുകയും ചെയ്ത ഒരു മകൻ പറയുകയാണ് ഞാൻ ചെയ്തതാണ് ശരി, ഞാൻ ചെയ്തതാണ് ശരി. മകൻ മാത്രമല്ല, മകളുമൊക്കെ പറയും അല്ലേ. പ്രായമായ അമ്മയെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്ത് തറവാടും പറമ്പും അവകാശവും സ്വന്തം പേരിൽ എഴുതി വാങ്ങിയിട്ട് സഹോദരങ്ങളെ കണ്ട് ഒപ്പിട്ട് വാങ്ങിയതിനു ശേഷം അധികം താമസിയാതെ ഈ പ്രായമായ അമ്മയെ വൃദ്ധസദനത്തിലാക്കുകയും വീടും പറമ്പും വിറ്റ് മറ്റൊരു നാട്ടിൽ വലിയ വീടും വെച്ച് താമസിക്കുന്ന മകൻ പറയുകയാണ് ഞാൻ ചെയ്തതാണ് ശരി, ഞാൻ ചെയ്തതാണ് ശരി. മക്കൾക്ക് അവകാശപ്പെട്ടത് ഭാഗിച്ചു കൊടുക്കാതെ എല്ലാം പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ഒരപ്പൻ പറയുകയാണ് ഞാൻ ചെയ്തതാണ് ശരി. അപ്പൻ വലുതായി വല്യപ്പനായി, എന്നിട്ടും പറയുകയാണ് ഞാൻ ചെയ്തതാണ് ശരി. മക്കൾക്ക് വിട്ടുകൊടുക്കുന്നില്ല. അയൽക്കാരന് നടവഴി മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് വഴിയുടെ ഇരുവശവും കെട്ടിയടച്ചിട്ട് അയാൾ പറയുകയാണ്, ക്രിസ്ത്യാനിയായ അയാൾ പറയുകയാണ് ഞാൻ ചെയ്തതാണ് ശരി. അടുത്ത പറമ്പിലെ വീട്ടുകാരന് വൈദ്യുതി കണക്ഷൻ ലഭിക്കുവാനായി കൺസെന്റ് ഒപ്പിട്ട് കൊടുക്കാത്തവൻ പറയുകയാണ് ഞാൻ ചെയ്തതാണ് ശരി. ഒരാൾ മദ്യപിച്ചു വന്ന് ബഹളമുണ്ടാക്കുകയും ഭാര്യയെയും മക്കളെയും ഉപദ്രവിക്കുകയും അവരെ ബെൽറ്റിനടിക്കുകയും നീയൊക്കെ ഇനിയൊന്നും തിന്നണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രിഡ്ജിലിരുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളും പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് എന്നിട്ട് കോപമടങ്ങാതെ ജീവി തല്ലിപ്പൊട്ടിച്ചിട്ട് അയാൾ പറയുന്നു ഞാൻ ചെയ്തതാണ് ശരി. നിങ്ങളെ ഇങ്ങനെയൊക്കെയാണ് പാഠം പഠിപ്പിക്കേണ്ടത്, എനിക്കറിയാം നിങ്ങളെ എങ്ങനെ പഠിപ്പിക്കണമെന്ന്. ഞാൻ ചെയ്തതാണ് ശരി, ഇതാണ് അതിന്റെ ശരി എന്നൊക്കെ പറയുക. പ്രിയപ്പെട്ടവരെ, അനീതിയിൽ സന്തോഷിക്കുന്ന, തെറ്റിനെ ന്യായീകരിക്കുന്ന ലാബാന്റെ ഹൃദയമുള്ള യുവാക്കളും മധ്യവയസ്കരും വയോധികരും നമ്മുടെ നാട്ടിൽ ഇന്ന് ധാരാളമുണ്ട്, ഒത്തിരിയുണ്ട്. അവരുടെയൊക്കെ സംഖ്യ പെരുകുന്നതിന്റെ കാരണം എന്താണ്? അതിന് കാരണം മറ്റൊന്നുമല്ല, സ്നേഹശൂന്യതയാണ്. യഥാർത്ഥ സ്നേഹമുള്ള ഒരാൾക്കൊരിക്കലും അനീതിയിൽ സന്തോഷിക്കുവാനായിട്ട് കഴിയുകയില്ല. യഥാർത്ഥ സ്നേഹം ഒരാളെ തിന്മ ചെയ്യുന്നതിൽ നിന്നും, തിന്മ സംഭവിക്കുമ്പോൾ സന്തോഷിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ചോദ്യം ഇങ്ങനെയാണ്, നിന്റെ ഹൃദയം, നിന്റെ മനോഭാവം ലാബാന്റത് പോലെയാണോ? വഞ്ചനയിലും ചതിയിലും സന്തോഷിക്കുന്ന ഒരു ഹൃദയമാണോ നിനക്കുള്ളത്? സ്വയം ന്യായീകരിക്കുകയും നിന്റെ ശരികൾക്ക് കുടപിടിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ പൗലോസ്ലീഹ നിങ്ങൾക്കായി ഒരു വചനം കുറിച്ചു വെച്ചിട്ടുണ്ട്. എഫേസുകാർക്കുള്ള ലേഖനം 4-ാം അധ്യായം 22-ാമത്തെ തിരുവചനം. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യരെ ദൂരെ എറിയുവിൻ. നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്താൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യരെ ധരിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവാണ് നമ്മെ രൂപപ്പെടുത്തുന്നത്. സ്നേഹമുള്ള ഒരു പുതിയ വ്യക്തിയാക്കി നമ്മെ രൂപപ്പെടുത്തുന്നത്, നമ്മെ പ്രാപ്തരാക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ചൈതന്യമാണ്. നിന്റെ പഴയ ജീവിത രീതി, നിന്റെ പാപകരമായ ജീവിത ശൈലി, അതെന്തു തന്നെയായാലും പരിശുദ്ധാത്മാവിനെ നിന്നെ ഉടച്ചുവാർത്ത് നിനക്കൊരു പുതുജീവൻ നൽകുവാനും നിന്നിലൊരു പുത്തൻ ഉണർവ് നിക്ഷേപിക്കുവാനായിട്ട് ആത്മാവിന് സാധിക്കും. സ്നേഹം തന്നെയായ ദൈവത്തിന്റെ രൂപം നിന്നിൽ കൊത്തിവെക്കുവാൻ ആത്മാവിന് നിന്നിൽ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. ഒരുമിച്ച് വിളിക്കാം, ഈശോയേ. ആത്മാവിനാൽ നിറഞ്ഞു വിളിക്കട്ടെ, ഈശോയേ.
പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചുകൊണ്ട് വിളിക്കട്ടെ. ഈശോയേ, നമ്മളുടെ ശരികളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വിളിക്കട്ടെ. ഈശോയേ, എല്ലാ തിന്മകളും ഉപേക്ഷിച്ചുകൊണ്ട് വിളിക്കട്ടെ. ഈശോയേ, സ്നേഹം നിറഞ്ഞു വിളിക്കട്ടെ. ഈശോയേ, ഒരു പുതിയ വ്യക്തിയാകണമെന്ന് ആഗ്രഹത്തോടെ വിളിക്കാം. ഈശോയേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലെ പൂർവപിതാവായ ജോസഫിന്റെ സഹോദരന്മാർ അവനോടുള്ള അസൂയ മൂത്തവനെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യണമെന്ന ചിന്തയോടെ അവന്റെ കൈനീളമുള്ള പുറംകുപ്പായം ഊരിയെടുക്കുകയും അവനെ വെള്ളമില്ലാത്ത ഒരു പുട്ടക്കിണറിൽ ഇടുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഈ ഒരു തിന്മയിൽ, ഈ ഒരു അനീതിയിൽ സന്തോഷിക്കാൻ കഴിയാത്ത ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അയാളുടെ പേരെന്തായിരുന്നു? റൂബൻ. ജോസഫിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് ആഗ്രഹിച്ച് നല്ല മനസ്സുള്ള ഒരു സഹോദരനായിരുന്നു ഈ റൂബൻ. മറ്റു ചേട്ടന്മാരെ പോലെ, അനിയന്മാരെ പോലെ ആയിരുന്നില്ല. ജോസഫിനെ കൊന്ന് കുഴിയിലെറിയുവാനുള്ള സഹോദരന്മാരുടെ ഗൂഢാലോചന റൂബൻ കേട്ടു. ഉൽപ്പത്തിയുടെ പുസ്തകം 37-ാം അധ്യായം 21-22 തിരുവചനം. അവൻ ജോസഫിനെ അവരുടെ കയ്യിൽ നിന്നും രക്ഷിച്ചു. അവൻ പറഞ്ഞു, നമുക്കവനെ കൊല്ലണ്ട, രക്തം ചിന്തരുത്. അവനെ നിങ്ങൾ മരുഭൂമിയിലെ ഈ കുഴിയിൽ തള്ളിയിടുക. പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. അവനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് പിതാവിന് തിരിച്ചേൽപ്പിക്കാനാണ് റൂബൻ ഇങ്ങനെ പറഞ്ഞത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്വന്തം സഹോദരനെ കൊന്നിട്ടാണെങ്കിൽ കൂടെയും അനീതിയിലും അക്രമത്തിലും സന്തോഷിക്കാൻ വീട് കിട്ടിയ അവസരം മുതലാക്കുന്ന ഒരു കൂട്ടം സഹോദരന്മാർ ഒരു വശത്ത്, ഈ ആൾക്കൂട്ട മനോഭാവത്തിന്റെ പ്രലോഭനത്തിൽ വീഴാതെ സത്യത്തിനും നീതിക്കും വേണ്ടി ഒറ്റയ്ക്ക് നിൽക്കുവാൻ തയ്യാറാകുന്ന, ആഗ്രഹിക്കുന്ന, പോരാട്ടത്തിൽ തളരാത്ത മാതൃകയാണ് റൂബൻ എന്ന് പറയുന്നത്. കൂട്ടത്തോട് ചേരുന്നില്ല, തിന്മയോട് സഖ്യം ചേരുന്നില്ല, പക്ഷം ചേരുന്നില്ല. എന്താണ് ഈ വ്യത്യാസത്തിന്റെ കാര്യമെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, സ്നേഹമല്ലാതെ മറ്റൊന്നുമല്ല. റൂബന്റെ ഉള്ളിൽ തന്റെ പിതാവിനോട് സ്നേഹമുണ്ടായിരുന്നു. അവന്റെ ഉള്ളിൽ തന്റെ ഈ സഹോദരൻ ജോസഫിനോട് സ്നേഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു അനീതിയിൽ, ഒരു തിന്മയിൽ സന്തോഷിക്കുവാൻ അവന്റെ മൃദുല മനസാക്ഷിക്ക് കഴിയാതിരുന്നത്. സ്നേഹം അനീതിയിൽ സന്തോഷിക്കുന്നില്ല, പകരം സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. കരങ്ങളുയർത്തി വീശിക്കൊണ്ട് നമുക്ക് പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം, സ്നേഹം സ്നേഹം അനീതിയിൽ സന്തോഷിക്കുന്നില്ല, അനീതിയിൽ സന്തോഷിക്കുന്നില്ല, പകരം പകരം സത്യത്തിൽ ആനന്ദം കൊള്ളുന്നു. സത്യത്തിൽ ആനന്ദം കൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, ചോദ്യം നിങ്ങളോടാണ്. നീ എങ്ങനെയുള്ള ഒരാളാണ്? നിന്നെ ഏത് കാറ്റഗറിയിൽ, ഏത് വിഭാഗത്തിൽ പെടുത്താനാണ് കഴിയുന്നത്? അതായത് സ്വന്തം സഹോദരന്റെ രക്തം ചിന്തുന്നതിലും പിതാവിനെ നുണ പറഞ്ഞു വഞ്ചിക്കുന്നതിലും അതിൽ ആനന്ദം കണ്ടെത്തുന്നവരുടെ കൂട്ടത്തിലാണോ? അതോ ഈ തിന്മയ്ക്ക് കൂട്ടുനിൽക്കരുതെന്ന് ആഗ്രഹിച്ച് മറുഭാഗത്ത് ഒറ്റക്ക് നിൽക്കുന്നവരോടൊപ്പമാണോ നീ പക്ഷം ചേരുന്നത്? പറ. ഒറ്റക്ക് നിൽക്കുന്നവരോട്, എന്നിട്ട് അവരെ കൂടി കുഴപ്പത്തിലാക്കും. ഒറ്റക്കയാൾ തിന്മയിൽ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണല്ലേ, തിന്മകളൊന്നും ചെയ്യാതെ നന്മ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് സന്തോഷിച്ച് നിൽക്കുമ്പോഴാണ് പക്ഷം ചേരാൻ ചെല്ലുന്ന ചിലരുണ്ട്.
അല്ല, രക്ഷിക്കാൻ പോകുന്നവരെ നമ്മൾ കണ്ടിട്ടില്ല പലപ്പോഴും, അങ്ങനെ കുഴപ്പത്തിലൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ഹൃദയം റൂബന്റെ ഹൃദയം പോലെ ആകണം പ്രിയപ്പെട്ടവരെ. ചതിയിൽ നിന്നും, ആപത്തിൽ നിന്നും, തിന്മയിൽ നിന്നും അപരനെ രക്ഷിക്കാൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്ന ഒരു നല്ല മനസ്സ് നിന്നിൽ വളർന്നിട്ടുണ്ടെങ്കിൽ ഓർക്കുക, നീ ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹമുള്ളവരാണ്. ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹം കാത്തു സൂക്ഷിക്കുന്നവളാണ്. മറിച്ചാണെങ്കിൽ നിന്റെ ഉള്ളിൽ സ്നേഹമില്ല എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കലാലയ രാഷ്ട്രീയത്തിന്റെ പേരിൽ കൊലപാതകങ്ങൾ നടക്കുന്ന ഒരു ഇരുണ്ട യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കൂട്ടുകാർ കൂട്ടം കൂടി ഒപ്പം പഠിക്കുന്ന മറ്റൊരുവരെ അതിക്രൂരമായി മർദ്ദിക്കുകയും ദിവസങ്ങളോളം ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ കൊല ചെയ്യപ്പെടുന്നത് നേരിട്ട് കണ്ടിട്ടും ആ സഹപാഠിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുവാനോ ഈ അനീതിക്കെതിരെ ശബ്ദമുയർത്തുവാനോ അതിനെ ചെറുക്കുവാനോ റൂബന്റെ പോലെ ഒരു മനസ്സുള്ള ഒരാൾ പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നത് പ്രിയപ്പെട്ടവരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യമാണ്. നമ്മൾ പത്രത്തിൽ വായിച്ചതാണല്ലേ? അതെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരുടെ പക്ഷം ചേരും? അനീതിയിൽ സന്തോഷിക്കുന്നവരുടെ ഗണത്തിൽ, തിന്മയെ പിന്താങ്ങുന്നവരുടെ ഗണത്തിൽ നീ ചേരുമോ? അതോ നീതിയിൽ വ്യാപരിക്കുന്നവരുടെ വിഭാഗത്തിൽ നീ ചേരുമോ? നീ അവരോടൊപ്പം പക്ഷം ചേരുമോ? സഹോദരങ്ങളെയും മാതാപിതാക്കളെയും തട്ടിച്ചും വെട്ടിച്ചും സ്വത്ത് സ്വന്തമാക്കുന്നതിൽ ആനന്ദം കൊള്ളുന്നവർ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലുമുണ്ട്. ആറളം പഞ്ചായത്തിൽ മാത്രമില്ല. വിശ്വാസവഞ്ചനയുടെ കേസുകൾ കോടതികളിലെല്ലാം കെട്ടുകെട്ടുകളായിട്ട് കെട്ടിക്കിടപ്പുണ്ട്. ആശുപത്രിയിലേക്ക് അതിക്രമിച്ച് കയറി ലേഡി ഡോക്ടറെ മാനഭംഗപ്പെടുത്താനും കൊന്നു തെളിവ് നശിപ്പിക്കാനും പഠിക്കാത്തവർ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം തിന്മകളും അനീതികളുമാണ് ദിവസം തോറും നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ നടമാടുന്ന എല്ലാ അതിക്രമങ്ങളുടെയും പിറകിൽ അനീതിയിൽ സന്തോഷിക്കുന്ന ആൾക്കൂട്ടങ്ങളാണ്. തിന്മയിൽ സന്തോഷിക്കുന്നവരുടെ ജനക്കൂട്ടമാണ്. പൊതുമുതൽ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒത്തുചേരലുകൾ, രാഷ്ട്രീയ എതിരാളികളെ വകവരുത്തുന്നതിനുള്ള ഗൂഢാലോചനകൾ, ക്രിമിനലുകളെ സംരക്ഷിക്കുന്നതിനുള്ള അധികാര ദുർവിനിയോഗങ്ങൾ, നിരപരാധികളെ കുറ്റവാളികളാക്കുവാനും അവരെ ജയിലിലടക്കാനുമുള്ള വ്യാജരേഖ തയ്യാറാക്കൽ, സ്ത്രീധനത്തിന്റെ പേരിൽ നടക്കുന്ന ശാരീരികവും മാനസികവുമായ ഗാർഹിക പീഡനങ്ങൾ, ഇങ്ങനെയെല്ലാം അനീതിയിൽ ആനന്ദം കൊള്ളുന്നതിന്, തിന്മ പ്രവർത്തിച്ച് അതിൽ നിന്ന് ലാഭം കൊയ്യുന്നതിന് ഒരാളെ പ്രേരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഹൃദയത്തിലുള്ള സ്നേഹശൂന്യതയാണ്. ആർക്കെന്ത് വന്നാലും, എന്ത് പ്രയാസം വന്നാലും വേണ്ടില്ല, ആർക്കൊക്കെ എന്ത് നഷ്ടം വന്നാലും വേണ്ടില്ല, ആരുടെയൊക്കെ ജീവൻ പൊലിഞ്ഞാലും വേണ്ടില്ല, എനിക്ക് കിട്ടണം, എന്റെ കാര്യം നടക്കണം എന്നൊരുവനെ പറയാൻ പ്രേരിപ്പിക്കുന്നത് സ്നേഹരാഹിത്യമാണ്, സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനീതിയിൽ ആനന്ദം കണ്ടെത്താൻ, തിന്മയിൽ സന്തോഷിക്കാൻ തക്കം പാർത്തിരിക്കുന്ന, അവസരം കാത്തിരിക്കുന്ന ഒരു പെണ്ണിന്റെ കഥയാണ് പൊത്തിഫറിന്റെ ഭാര്യയുടെ കഥ. ആരാണ് ഈ പൊത്തിഫർ? പൊത്തിഫർ ആരാണ്? ജോസഫിനെ വിറ്റ സംഭവം നമുക്കറിയാമല്ലേ? അത് വില കൊടുത്ത വാങ്ങിയ ആളാണ് പൊത്തിഫർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് പറയുന്നില്ല. ഫറവോയുടെ ഒരു ഉദ്യോഗസ്ഥനും കാവൽപ്പടയുടെ നായകനുമായിരുന്നു പൊത്തിഫർ. അയാളുടെ ഭാര്യയ്ക്ക് വടിവൊത്ത ശരീരമുള്ളവരും സുമുഖനുമായിരുന്ന ജോസഫിൽ അഭിലാഷമുണ്ടായി.
അവൾ അവനോട് പറഞ്ഞു, എന്നോടുകൂടെ ശയിക്കുക. പക്ഷേ അവൻ കൂട്ടാക്കിയില്ല. തന്റെ യജമാനെതിരെയും ദൈവത്തിനെതിരെയും പാപം ചെയ്യുവാനായിട്ട് അവൻ തയ്യാറായില്ല. ജോസഫ് തയ്യാറായില്ല. ഇതിൽ കോപാകുലനായ പൊത്തിഫറിന്റെ ഭാര്യ ജോസഫിനെതിരെ ഇല്ലാത്ത ആരോപണം ഉന്നയിച്ച് അവളുടെ ഭർത്താവിനെ കൊണ്ട്, പൊത്തിഫറിനെ കൊണ്ട് ജോസഫിനെ കാരാഗൃഹത്തിൽ അടപ്പിച്ചു. ഉൽപ്പത്തിയുടെ പുസ്തകം 39-ാം അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത്. അവളുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ ജോസഫിനോട് സ്നേഹമുണ്ടായിരുന്നു? ഇല്ലായിരുന്നു. അവളുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ ജോസഫിനോട് സ്നേഹമുണ്ടായിരുന്നല്ല, അവളിൽ ഉണ്ടായിരുന്നത് ജഡീകമായ ഒരു അഭിലാഷം മാത്രമായിരുന്നു. അതുകൊണ്ടാണ് അവൾക്ക് ജോസഫിനെ പാപത്തിലേക്ക് പ്രേരിപ്പിക്കുന്നതിലും തന്റെ ആഗ്രഹം നടക്കാതെ വന്നപ്പോൾ അവരെ ജയിലിൽ അടക്കുന്നതിലും അനീതിയിലും ആനന്ദം കണ്ടെത്തുവാനായിട്ട് അവൾക്ക് സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, നേരെ മറിച്ച് ജോസഫിന്റെ ഹൃദയം സ്നേഹമുള്ള ഹൃദയമായിരുന്നു. അവന്റെ ഹൃദയം നിറയെ സ്നേഹമായിരുന്നു. ദൈവത്തോടുള്ള സ്നേഹവും തന്റെ യജമാനനോടുള്ള സ്നേഹവും അവന്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നു. ഒരു ചെറുപ്പക്കാരന്റെ അഭിലാഷങ്ങളെ തിന്മയ്ക്ക് വിട്ടുകൊടുക്കാതെ, പാപത്തിന് വിട്ടുകൊടുക്കാതെ കാരാഗൃഹവാസം സ്വയം ഏറ്റെടുക്കുന്ന ജോസഫ് അനീതിയിൽ, തിന്മയിൽ സന്തോഷിക്കാത്തവനാണ്. അനീതിയുമായി ഒരു തരത്തിലും സഹകരിക്കാത്തവനും അനീതിയുടെ പക്ഷം ചേരാത്തവനുമാണ്. മരണമോ കാരാഗൃഹമോ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, പാപത്തിന് ഞാൻ കൂട്ടില്ല എന്ന ഉറച്ച മനോഭാവത്തിന്, അവന്റെ ആ ഉറച്ച മനോഭാവത്തിന് കാരണം അവന്റെ മനസ്സിനെ നയിക്കുന്നത് സ്നേഹമായതുകൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യുന്നതിൽ സുഖം കണ്ടെത്താൻ കൊതിക്കുന്ന, അനീതി പ്രവർത്തിക്കുന്നതിൽ മനസ്സുറപ്പിച്ചിരിക്കുന്ന, തിന്മ പ്രവർത്തിക്കുന്നതിൽ സന്തോഷിക്കുന്ന, അതിനുവേണ്ടി ഏത് അധപ്പതിച്ച മാർഗവും പിന്തുടരാൻ തയ്യാറാകുന്ന പൊത്തിഫറിന്റെ ഭാര്യയുടെ ഹൃദയം പോലെ ഒരു ഹൃദയം നിന്നിൽ വളരുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക, നിങ്ങൾ ഡേഞ്ചറസ് സോണില. അവസാനിപ്പിക്കുക. കർത്താവ് പറഞ്ഞു, ഈശോ പറഞ്ഞു, ജാഗരൂകരായിരിക്കുക, ജാഗരൂകരായിരിക്കുക. പാപത്തിലേക്ക് നയിക്കുന്നതിൽ ആനന്ദം കൊള്ളുന്ന പിശാചിനെ പോലെ ആകാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ, നമ്മൾ ജാഗരൂകരായിരിക്കുക. അപരനെ മനഃപൂർവ്വം വഞ്ചിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്ന, ഒരു തിന്മ പ്രവർത്തിച്ചിട്ട് അതിനെ ന്യായീകരിക്കുന്ന ലാബാനെ പോലെ ആകാതിരിക്കുവാനായിട്ട് നമ്മൾ ജാഗരൂകരായിരിക്കുക. അസൂയമൂത്ത് സ്വന്തം സഹോദരനെ ഇല്ലായ്മ ചെയ്യാൻ തക്ക വിധം ഹൃദയം കഠിനമാക്കിയ ജോസഫിന്റെ സഹോദരന്മാരെ പോലെ ആകാതിരിക്കുവാനായിട്ട് നമ്മൾ ജാഗരൂകരായിരിക്കുക. സ്വന്തം ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി അവരെ ചൂഷണം ചെയ്യുകയും ജയിലിൽ അടക്കുകയും ചെയ്ത പൊത്തിഫറിന്റെ ഭാര്യയെ പോലെ ആകാതിരിക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ജാഗരൂകരായിരിക്കുക. കാരണം സ്നേഹം അനീതിയിൽ, സ്നേഹം തിന്മയിൽ സന്തോഷിക്കുന്നില്ല. ഒരുമിച്ച് വിളിക്കാം, ഈശോയേ. സ്വരമുയർത്തി വിളിക്കാം, സ്നേഹത്തോടെ വിളിക്കാം, നന്മ നിറഞ്ഞ ഹൃദയത്തോടെ വിളിക്കാം, തിന്മകൾ ഉപേക്ഷിച്ചുകൊണ്ട് വിളിക്കാം, ആത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് വിളിക്കാം, അപരന്റെ നന്മയിൽ സന്തോഷിച്ചുകൊണ്ട് വിളിക്കാം, പാപം വിട്ടുപേക്ഷിച്ചുകൊണ്ട് വിളിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് കണ്ണുകളടക്കാം. നമ്മൾ കേട്ട കാര്യങ്ങൾ നമ്മിലെ തിന്മകളുടെ പഴുതടച്ച് അവയെ തോൽപ്പിക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി പകരട്ടെ. നമ്മെ സ്നേഹത്തിൽ രൂപപ്പെടുത്തി ഒരു പുതിയ വ്യക്തിയാക്കി നമ്മെ മാറ്റട്ടെ.
സത്യത്തിലും നീതിയിലും നന്മയിലും വളരാൻ പരിശുദ്ധാത്മാവ് നമ്മെ പ്രാപ്തരാക്കട്ടെ. നമുക്കൊരുമിച്ച് ചൊല്ലാം. ഈശോയെ അനീതിയിൽ സന്തോഷിക്കുവാനുള്ള പ്രലോഭനങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. നീതിയുടെ പക്ഷം ചേരാൻ ഉറച്ച മനസ്സു തരണമേ. സത്യത്തിൽ സന്തോഷിക്കുവാനുള്ള ധീരത നൽകണമേ. അപരന്റെ നന്മയിൽ ആനന്ദം കൊള്ളുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പൈശാചിക പ്രവണതകളെ ബന്ധിക്കണമേ. എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മെ നയിക്കുന്ന, സ്നേഹത്തിൽ നിലനിർത്തുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിൽ നിറഞ്ഞു നിൽക്കുവാൻ, ഈ ആലയം മുഴുവൻ നിറഞ്ഞു നിൽക്കുവാൻ, നമ്മെ രൂപപ്പെടുത്താൻ, സ്നേഹമുള്ള വ്യക്തികളാക്കി മാറ്റുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കരമടിച്ചുകൊണ്ട് നമുക്ക് പാടാം. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിന്നഭിഷേകം പകരണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിന്നഭിഷേകം പകരണമേ. നിൻ തിരുഹിതം നിറവേറുവാൻ ആത്മാവിൻ ശക്തി എന്നിൽ ചൊരിയണമേ. തിരുഹിതം എന്നിൽ നിറവേറുവാൻ ആത്മാവിൻ ശക്തി എന്നിൽ തിരിയണമേ. മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി. മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. ദിനത്തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. ദിനത്തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. അനീതിയിൽ സന്തോഷിക്കുവാനുള്ള പ്രലോഭനങ്ങൾ ഞങ്ങളെ മോചിപ്പിക്കണമേ. നീതിയുടെ പക്ഷം ചേരുവാൻ ഉറച്ച മനസ്സ് നൽകണമേ. സത്യത്തിൽ സന്തോഷിക്കുവാനുള്ള ധൈര്യം നൽകണമേ. അപരന്റെ നന്മയിൽ ആനന്ദം കൊണ്ടുപോകാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പൈശാചിക പ്രവണതകളെ ബന്ധിക്കണമേ. എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. കരപിടിച്ച് പാടാം. എല്ലാ കൈപ്പും മുറിവും മാറ്റിടുവാൻ നിൻ മഹത്വത്തിൻ തീ എന്നിൽ കത്തിയിടട്ടെ. എല്ലാ കൈപ്പും മുറിവും മാറിടുവാൻ മഹത്വത്തിൻ തീ എന്നിൽ കത്തിയിടട്ടെ. മായാലോകങ്ങൾ ത്യജിച്ചിടുവാൻ എന്നെ അഭിഷേകം ചെയ്തിടണേ. മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി. മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്നിൽ ഒഴുകിടട്ടെ. ദിനത്തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ.
ദിനത്തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. ദിനത്തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. ദിനത്തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ.